ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്യൂയിങ് തിയറി ഓർ വെയിറ്റിംഗ് ലൈൻ തിയറി. ക്യൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ക്യൂ, അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതായത് ക്യൂ എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ നമുക്ക് ഡിഫറൻസ് വരുമ്പോൾ അവിടെ അറൈസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ക്യൂ എന്ന് പറയുന്നത്. ഇനി അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ സെക്ഷൻസിൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 10 മോഡൽസ് ഓഫ് ക്യൂയിങ് തിയറി ആണുള്ളത്. അതിൽ 5 മോഡൽസ് ആണ് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീൽ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മോഡലിൻ്റെ പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. The first concept is what is queue. A queue is formed when the demand for service exceeds the capacity to provide that service. That means a demand greater than supply, then there arises a queue. Then queuing theory, a quantitative technique which consists in constructing mathematical models of various types of queuing system. It deals with analysis of queue and queuing behavior. Then what are the objects of the queuing theory? The first object is to achieve an economic balance between waiting cost and service cost and to minimize the total waiting and service cost. The next is applications of queuing theory. 7 applications are the scheduling of aircraft, scheduling of issues and returns of tools by workmen, scheduling and distribution of scarce war materials, scheduling of work and a job, minimization of congestion due to traffic delay, scheduling of components to assembling lines, scheduling and routing of salesmen. Then next is various definitions of terms in the queuing theory. First one is what is queue? A group of items waiting for a service in a service station is known as queue. അതായത് ഒരാൾ വന്ന് എത്ര ടൈം അവിടെ നിൽക്കുന്നുണ്ട്, എത്ര ഐറ്റംസ് അവിടെ നിൽക്കുന്നുണ്ട്, അതിനാണ് ക്യൂ എന്ന് പറയുന്നത്. ദെൻ ഹു ഈസ് എ കസ്റ്റമർ? ദ കസ്റ്റമർ ആർ ദോസ് ഹു ആർ വെയിറ്റിംഗ് ഇൻ എ ക്യൂ, അതായത് ഒരു ക്യൂവിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ റിസീവിങ് സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് എത്ര പേര് അവിടെ നിൽക്കുന്നുണ്ട് അവരെയാണ് നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ വാട്ട് ഈസ് എ സർവർ? സർവർ ഈസ് എ പേഴ്സൺ ബൈ ഹൂം ദ സർവീസ് ഈസ് റെൻറ്റഡ്. അതായത് ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ കമ്പനിക്കാരാണ് നമുക്ക് സർവീസ് റെൻഡർ ചെയ്യുന്നുണ്ടായിരിക്കും, അവരെയാണ് സെർവർ എന്ന് വിളിക്കുന്നത്. ദെൻ വാട്ട് ഈസ് എ സിസ്റ്റം? ദാറ്റ് മീൻസ് ക്യൂ പ്ലസ് ദി സർവീസ്, അതായത് ക്യൂവിൽ ഒരു 10 പേര് നിൽക്കുന്നുണ്ട്, അതുപോലെ സർവീസിന് 2 പേര് നിൽക്കുന്നുണ്ട്, ടോട്ടൽ 12. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ടൈം സ്പെൻഡ് ബൈ എ കസ്റ്റമർ, ദ ടൈം സ്പെൻഡ് ഫോർ വെയിറ്റിംഗ് ഇൻ ക്യൂ പ്ലസ് സർവീസ് ടൈം. അതായത് ഒരാൾ വന്നു, ആൾ 10 മിനിറ്റ് ക്യൂവിൽ വെയിറ്റ് ചെയ്തു, അതുപോലെ തന്നെ സർവീസ് ടൈം 5 മിനിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ ടൈം സ്പെൻഡ് ബൈ ദ കസ്റ്റമർ ഈസ് 15. ദാറ്റ് ഈസ് ദി ടൈം സ്പെൻഡ് ബൈ എ കസ്റ്റമർ. ദെൻ ക്യൂ ലെങ്ത്, ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ഇൻ എ ക്യൂ, അതായത് ഒരു ക്യൂവിൽ എത്ര കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ക്യൂ ലെങ്ത്. ദെൻ ക്യൂയിങ് സിസ്റ്റം, അതായത് ഒരു കസ്റ്റമർ അറൈവ് ചെയ്യുന്നു, ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്നു, ദെൻ സർവീസ് ചെയ്തു കൊടുക്കുന്നു, സർവീസ് ചെയ്തതിന് ശേഷം കസ്റ്റമർ ഡിപ്പാർച്ചർ ചെയ്യുന്നു. അതായത് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ പോകുന്നത് വരെ ആ ഒരു കമ്പനിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെയാണ് ക്യൂയിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ആവറേജ് ലെങ്ത് ഓഫ് ക്യൂ, ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദി ക്യൂ പെർ യൂണിറ്റ് ടൈം. അതായത് നമ്മൾ മീൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ മീൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ആവറേജ് ലെങ്ത് ഓഫ് ക്യൂ എന്ന് പറയുന്നത്. ദെൻ വെയിറ്റിംഗ് ടൈം, ദ ടൈം അപ് ടു വിച്ച് എ കസ്റ്റമർ ഹാസ് ടു വെയിറ്റ് ഇൻ ദി ക്യൂ ബിഫോർ ടേക്കൺ ടു സർവീസ്. അതായത് സർവീസ് കിട്ടുന്നതിന് മുന്നേ ക്യൂവിൽ എത്ര ടൈം ആൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അതാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ദെൻ ട്രാഫിക് ഇൻറ്റൻസിറ്റി, ദ റേഷ്യോ ബിറ്റ്വീൻ മീൻ അറൈവൽ റേറ്റ് ആൻഡ് മീൻ സർവീസ് റേറ്റ്. അതായത് 10 പേര് വരുന്നു, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഒരു 20 പേരിനെ സർവീസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇതിൽ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാഫിക് ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് യൂട്ടിലൈസേഷൻ ഫാക്ടർ. Then idle period of a server is the time during which he remains free. അതായത് എത്ര ടൈം ആൾ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ഐഡിൽ പീരീഡ്. The next term is arrival pattern or input. The arrival pattern of a queuing theory that follows a Poisson distribution.
Then service pattern of a queuing theory that follows an exponential and Erlang distribution. Then single channel and multi-channel. Single channel means there is only one counter in service station and only one customer can be served at a time. And multiple channel, that means there are more than one service counter in the service station, so that more than one customer can be served at a time. This is known as single channel and multi-channel. Then customers' behavior in queue. There are 4 types of customers are there. First one is balking. A customer's behavior of leaving the queue when he does not like to wait in the queue due to lack of time and space. Time and space ഇല്ലാത്തതുകൊണ്ട് ക്യൂ വിട്ട് പോകാനായിട്ട് നിൽക്കുന്നവരെയാണ് ബാൾക്കിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഈസ് റിനജിങ് customers. A customer's behavior of leaving the queue due to impatience. അതായത് ക്ഷമയില്ലാത്തതുകൊണ്ട് ക്യൂവിൽ നിന്ന് ലീവ് ചെയ്യാനായിട്ട് നിൽക്കുന്നവരെയാണ് റിനജിങ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് വിളിക്കുന്നത്. The next is jockeying type of customer behavior. A customer's behavior of jumping from one queue to another. ഒരു ക്യൂവിൽ നിന്ന് മറ്റൊരു ക്യൂവിലേക്ക് മാറുന്നത്, അതായത് എണ്ണം കുറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നതാണ് jockeying type എന്ന് പറയുന്നത്. Then fourth one is collusion. The customers collaboration so that only one joins the queue, as in the case of the cinema ticket window where one purchased the ticket for himself and for his friends. അതായത് നമ്മൾ ക്യൂവിൽ നിന്നിട്ട് മോർ ദാൻ 1 പേഴ്സൺസിനുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് കൊല്യൂഷൻ ടൈപ്പ് ഓഫ് കസ്റ്റമർ ബിഹേവിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്യൂയിങ് പ്രോസസ് ആണ് പറയുന്നത്. ക്യൂയിങ് പ്രോസസ് ഈസ് ഓൾസോ നോൺ ആസ് ക്യൂയിങ് സിസ്റ്റം. ക്യൂയിങ് സിസ്റ്റത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരാൾ സർവീസ് സിസ്റ്റത്തിലേക്ക് അറൈവ് ചെയ്യുന്നു, അവിടെ എത്തിയതിന് ശേഷം സർവീസ് കിട്ടിയ ആൾ ഡിപ്പാർച്ചർ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നിന്ന് വിളിക്കുന്നത് ക്യൂയിങ് സിസ്റ്റം എന്ന്, അല്ലെങ്കിൽ ക്യൂയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. The next is the elements of a queuing system. ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് അറൈവൽ, സെക്കൻഡ് വൺ ഈസ് service mechanism, third is queue discipline, and fourth is output of queue. ഇത് 4 എണ്ണമാണ് elements of queuing system വരുന്നത്. അതിലെ ഫസ്റ്റ് വൺ വരുന്നത് ഇൻപുട്ട് പ്രോസസ് ഓർ ദി അറൈവൽ ആണ്. അതായത് എത്ര ഇൻപുട്ട്സ് നമുക്ക് റെഗുലർ ഇൻ്റർവെൽസിൽ അറൈവ് ചെയ്യുന്നുണ്ട്. അതൊരു ക്ലിനിക്ക് ആണെങ്കിൽ എത്ര പേഷ്യൻസ് വിതിൻ 1 hour വരുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ ഒരു സർവീസ് സെൻറ്റർ ആണ് എന്നുണ്ടെങ്കിൽ വിതിൻ 1 hour എത്ര കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇതിനെയാണ് അറൈവൽസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് സർവീസ് മെക്കാനിസം. ദർ ആർ 4 types ഓഫ് സർവീസ് മെക്കാനിസം. 1 queue വിത്ത് 1 സർവീസ് സ്റ്റേഷൻ. ഒരു ക്യൂവും ഒരു സർവീസ് സ്റ്റേഷനും. ദെൻ 1 queue വിത്ത് സെവറൽ സർവീസ് സ്റ്റേഷൻസ്. സെവറൽ ക്യൂസ് വിത്ത് 1 സർവീസ് സ്റ്റേഷൻ ആൻഡ് മെനി ക്യൂസ് വിത്ത് മെനി സർവീസ് സ്റ്റേഷൻ. അങ്ങനെ 4 ടൈപ്പ് സർവിങ് മെക്കാനിസം ആണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് ക്യൂയിങ് സിസ്റ്റത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം. ദെൻ തേർഡ് വൺ ഈസ് ക്യൂ ഡിസിപ്ലിൻ ഓർ സർവീസ് ഡിസിപ്ലിൻ. ഇതിൽ 4 ടൈപ്പായിട്ടാണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. അതായത് നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്, ആദ്യം വന്ന ആൾക്ക് ആദ്യം എന്ത് ചെയ്യുന്നു, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. സെക്കൻഡ് മെത്തേഡ് ഈസ് ടു ലാസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. അതായത് അവസാനം വന്ന ആൾക്ക് ആദ്യം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനെയാണ് ലാസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് എന്ന് പറയുന്നത്. ദെൻ റാൻഡം സർവീസസ്. കസ്റ്റമേഴ്സ് ആർ സെലക്ടഡ് ഫോർ സർവീസ് ഇൻ റാൻഡം ബേസിസ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമേഴ്സിനെ മാത്രം ചൂസ് ചെയ്തിട്ട് അവർക്ക് സർവീസ് പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് റാൻഡം സർവീസ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് കേസ് വരുന്നത് പ്രയോറിറ്റീസ് ആണ്. കസ്റ്റമേഴ്സ് ആർ ഹിയർ അസൈൻഡ് പ്രയോറിറ്റീസ്. അതായത് കസ്റ്റമേഴ്സിന് പ്രയോറിറ്റീസിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഒരു സർവീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ 2 വീലേഴ്സും 4 വീലേഴ്സ് അങ്ങനെ നമുക്ക് വണ്ടികൾ വരുന്നുണ്ടായിരിക്കും. അതിൽ ചിലപ്പോൾ ചില കമ്പനീസ് പ്രയോറിറ്റി കൊടുക്കുന്നത് 4 വീലേഴ്സിനായിരിക്കും. കാരണം കുറച്ചും കൂടി അവർക്ക് ബെനിഫിഷ്യലായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും 4 വീലർ വെഹിക്കിൾസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ് ഫോർത്ത് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂ ഡിസിപ്ലിനിൽ 4 ടൈപ്പാണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്, ലാസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്, റാൻഡം സർവീസ് ആൻഡ് പ്രയോറിറ്റീസ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ക്യൂ. ഇൻ എ സിംഗിൾ ചാനൽ ഫെസിലിറ്റി ദ ഔട്ട്പുട്ട് ഓഫ് ക്യൂ ഡസ് നോട്ട് പോസ് എനി പ്രോബ്ലം. അതായത് സിംഗിൾ ചാനലാണ് എന്നുണ്ടെങ്കിൽ എ സിംഗിൾ കസ്റ്റമർ ഈസ് സെർവ്ഡ് അറ്റ് എ ടൈം. അപ്പോൾ നമുക്ക് അവിടെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. മൾട്ടി ചാനലാണ് എന്നുണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇഷ്യൂസ് അറൈസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്.
Then the notations used in the queuing system. First one is T stands for the inter-arrival time between two successive customers. N stands for the number of customers in the queuing system. Queuing system means a waiting line plus service. രണ്ടിനും കൂടി എത്ര കസ്റ്റമേഴ്സ് ടോട്ടലി ആ കമ്പനിയിൽ നിൽക്കുന്നുണ്ട്, അതാണ് എൻ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ പി എൻ ഓഫ് ടി, that is stands for the probability that there are n units in the system at any time t. Then Pn stands for the probability that there are exactly n units in the system. The lambda n stands for the mean arrival rate of customers when there are n units in the system. അതായത് n units ഓൾറെഡി ഉള്ളപ്പോൾ എത്ര പേര് നമുക്ക് അറൈവ് ചെയ്യുന്നുണ്ട്, അതാണ് ലാംഡ n പറയുന്നത്. Then mu n stands for the mean service rate when there are n units in the system. എത്ര ഐറ്റംസ് നമുക്ക് അത്ര കാര്യമായിട്ട് പഠിക്കാനില്ല, ലാസ്റ്റ് 2 ടേംസ് ശ്രദ്ധിക്കുക. ലാംഡ സ്റ്റാൻഡ്സ് ഫോർ ദ മീൻ അറൈവൽ റേറ്റ് ഓഫ് ദി കസ്റ്റമേഴ്സ് ആൻഡ് മ്യൂ സ്റ്റാൻഡ്സ് ഫോർ ദി മീൻ സർവീസ് റേറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എൻ. ഇത്രയാണ് നമുക്ക് ആ രണ്ട് ഐറ്റത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാതും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കലാണ് നമ്മുടെ പണി എന്ന് പറയുന്നത്. ദെൻ queuing models, there are 10 types of queuing models ആണ് വരുന്നത്. മോഡൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ആൻഡ് 10. അതിൽ ഫസ്റ്റ് മോഡലാണ് നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്. 2, 3, 4, 5 അതിൻ്റെ തിയറി പാർട്സ് മാത്രം പഠിച്ചാൽ മതി, പ്രോബ്ലംസ് നമുക്ക് അത്ര കാര്യമായിട്ട് വരാറില്ല. നെക്സ്റ്റ് ഈസ് മോഡൽ 1, അതായത് നമ്മുടെ ഫസ്റ്റ് ആണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് എന്ന് പറയുന്ന പാറ്റേണിൽ നമ്മൾ മോഡൽ 1ൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദർ ഈസ് എ ക്യൂയിങ് മോഡൽ വിത്ത് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഫോളോയിങ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. സർവീസ് റേറ്റ് ഫോളോസ് എ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. സിംഗിൾ ചാനൽ വിത്ത് ഇൻഫിനിറ്റ് കപ്പാസിറ്റി ആൻഡ് സർവീസ് ഡിസിപ്ലിൻ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. അതായത് നമ്മുടെ ക്യൂയിങ് സിസ്റ്റത്തിൻ്റെ പാറ്റേൺസ് നമ്മൾ 4 മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ 4 സെക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. These are single channel problems. They are simplest queuing problems. So this is also called a birth and death model. അതിൻ്റെ ഫോർമുലാസ് കാണാതെ പഠിക്കണം, എന്നാൽ മാത്രമേ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. The lambda stands for the mean arrival rate and mu stands for the mean service rate. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Then first section is the probability that the service facility is not idle. Not idle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is known as traffic intensity or utilization factor. Not idle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ക്യൂവിൽ അവിടെ ആളുകൾ ഉണ്ടായിരിക്കും, അതായത് ദ കസ്റ്റമേഴ്സ് ഹാസ് ടു വെയിറ്റ്, അതായത് ഒരു വെയിറ്റ് ചെയ്യേണ്ട വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റിയാണ് ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ. ഇനി ചിലപ്പോൾ അത് പെർസെൻറ്റേജിലായിരിക്കും ചോദിക്കുക, അപ്പോൾ ഇൻറ്റു 100 കൂടി ചെയ്യുക. ദെൻ പ്രോബബിലിറ്റി ദാറ്റ് സർവീസ് ഫെസിലിറ്റീസ് ഐഡിൽ, ദർ ആർ നോ കസ്റ്റമേഴ്സ് ഇൻ ദി ക്യൂവിൽ കസ്റ്റമേഴ്സ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. ദാറ്റ് മീൻസ് 1 മൈനസ് ലാംഡ ബൈ മ്യൂ. Then P of n units in the system, Pn that is equal to lambda by mu whole raised to n into 1 minus lambda by mu. Then probability that the number of units in the queue is at least n, that is equal to lambda by mu all raised to n. Then average number of units in the system, E of Ls, average number of units in the system. System എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഇൻ ക്യൂവും വരും, സർവീസും വരുന്നുണ്ടായിരിക്കും. ആവറേജ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാണ് ചോദിക്കുന്നത്, ലാംഡ ബൈ മ്യൂ മൈനസ് ലാംഡ. ദെൻ ആവറേജ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ദി ക്യൂവിൽ നിൽക്കുന്ന ആളുകളുടെ ആവറേജ് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ. ദ ആവറേജ് ടൈം എ യൂണിറ്റ് സ്പെൻഡ് ഇൻ ദി സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് പ്ലസ് വെയിറ്റിംഗ് ടൈം ആണ് പറയുന്നത്. അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം 1 ബൈ മ്യൂ മൈനസ് ലാംഡ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന് ചിലപ്പോൾ 60 വെച്ചിട്ടോ, അതായത് അവേർലി ബേസിസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന് മിനിറ്റ്സിലേക്കോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡേ വൈസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അവേഴ്സിലേക്കോ നമുക്ക് കൺവേർഷൻ നടത്തേണ്ടതായിട്ട് വരും. ദ ആവറേജ് ടൈം എ യൂണിറ്റ് സ്പെൻഡ്സ് വെയിറ്റിംഗ് ഇൻ എ ക്യൂ, അതായത് ക്യൂവിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ. ഇതിനും നമ്മൾ മിനിറ്റ്സിലേക്കോ അവേഴ്സിലേക്കോ കൺവേർഷൻ നടത്തേണ്ടി വരും. ദെൻ ആവറേജ് ലെങ്ത് ഓഫ് നോൺ എം ടി ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഡിവൈഡഡ് ബൈ മ്യൂ മൈനസ് ലാംഡ.
നോൺ എം ടി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ചെയ്യാൻ മാത്രം അവിടെ ആളുകളുണ്ട്, ക്യൂവിൽ ആരും ഉണ്ടായിരിക്കില്ല. അതിൻ്റെ ആവറേജ് ആണ് mu divided by mu minus lambda. Then P of time a unit spends the system greater than or equal to T. അതിൻ്റെ ഇക്വേഷൻ e raised to negative mu minus lambda into T, that is T to infinity. Then P of time a unit spends in a queue that is greater than or equal to T ആണ് എന്നുണ്ടെങ്കിൽ lambda by mu into e raised to negative mu minus lambda into T to infinity. ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ലാസ്റ്റ് 2 ഇക്വേഷൻസ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറില്ല, പ്രോബ്ലത്തിൽ നമുക്ക് അങ്ങനെ വരാറില്ല. ബാക്കിയുള്ള ഇക്വേഷൻസ് കാണാതെ പഠിക്കണം.